ഇതല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി? എന്താ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി? നേരത്തെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. ഇന്ത്യയിൽ ലോകത്ത് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് മാതൃകയാക്കാവുന്ന ആരോഗ്യ മേഖലയായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന ഘട്ടത്തിലെ കേരളത്തിലെ ആരോഗ്യ മേഖല. ബഡ്ജറ്റിൽ പ്രത്യേകമായ വിഹിതം പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ സർക്കാർ ആശുപത്രികൾക്ക് നീക്കിവെച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഡോക്ടർമാരുണ്ട്, മരുന്നുണ്ട്, ഫീസില്ലാതെ ചികിത്സയുണ്ട്. സാധാരണ മനുഷ്യന്മാർ ആശ്രയിക്കുന്നതാണ് സർക്കാർ ആശുപത്രി. ഇപ്പോ ഏതാനും ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭം നടത്തിയത് 14 പരിശോധനാ ഇനത്തിന് ഫീസ് കൂട്ടി. ഫീസ് തീരുമാനിച്ചു. നേരത്തെ സൗജന്യമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രശ്നമുണ്ട്, എല്ലായിടത്തും പ്രശ്നമുണ്ട്. UDF ഗവൺമെന്റിന്റെ ബഡ്ജറ്റ്, മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയായ ഒരു സർക്കാരിന്റെ ബഡ്ജറ്റിൽ സർക്കാർ ആശുപത്രിക്ക് നൽകേണ്ട ഫണ്ട് വെട്ടിക്കുറച്ചു. എന്താ കാരണം? നവ ഉദാരവൽക്കരണ നയം പിന്തുടരുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ്. സേവന മേഖലകളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. സേവന മേഖലകളിൽ നൽകുന്ന പണം കൊടുക്കേണ്ടതില്ല, സർക്കാർ ആശുപത്രിക്ക് പ്രത്യേകിച്ച് പണം കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ നയം പറയുന്നത്. UDF ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയും സ്വകാര്യ കുത്തകകളുടെ കൈകളിലെത്തിയാൽ സ്വസ്ഥം സുഖകരമാകും. സാധാരണക്കാരന് ആശ്രയമായ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ മരുന്നും ചികിത്സയും ഇല്ലെങ്കിൽ സുഖമില്ലാതെ പോവുക. വാപ്പക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, അമ്മക്ക് സുഖമില്ല, പെങ്ങൾക്ക് കുട്ടിക്ക് സുഖമില്ലാതെ പോകുമ്പോൾ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ സജ്ജീകരണമില്ലെങ്കിൽ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രി ആശ്രയിക്കണം. പലിശക്ക് പൈസ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഈ ഒരു സ്ഥിതി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കും. UDFന്റെ സ്ഥാനാർത്ഥികൾ 140 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം പണം UDFന് സംഭാവനയായി നൽകിയത് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൂട്ടുന്ന കോർപ്പറേറ്റ് ശക്തികളാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചില ശൃംഖലകൾ വാങ്ങിയിരിക്കുകയാണ്. അവരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ഫണ്ട് നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ തിരുവനന്തപുരത്തെ MLA കൂടിയാണ്, നഗരത്തിലെ MLA. കോഴിക്കോട്ട്, തൃശ്ശൂര്, കോഴിക്കോടൊക്കെയായി നിന്ന ആളാണ് അദ്ദേഹം. മന്ത്രി എന്നുള്ളതിൽ ഒരു സമ്പൂർണ്ണ പരാജയമാണെങ്കിലും ഒരു ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. വളരെ മുമ്പ് തന്നെ, ഒരു 5-8 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നിപ്പ പോലുള്ള അസുഖം വരും. എത്ര ദീർഘവീക്ഷണമാണ്! ഇന്നത്തെ ഒരു അവസ്ഥ അന്നേ മനസ്സിലാക്കി എരണം കെട്ടവർ നാട് ഭരിച്ചാൽ ഈ അവസ്ഥ വരുമെന്ന് പറയുന്ന അദ്ദേഹത്തിന് ദീർഘവീക്ഷണ ശ്രീ പട്ടം നൽകണമെന്നുള്ള അഭിപ്രായം ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. അതാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ആരോഗ്യ മേഖലയുടെ സ്ഥിതി അതാണ്. കേരളത്തിൽ ഇനി സർക്കാർ ആശുപത്രികൾ ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുള്ളതുപോലെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളതുപോലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ടാകില്ല, മരുന്നുണ്ടാകില്ല, സജ്ജീകരണം ഉണ്ടാകില്ല. സർക്കാർ ആശുപത്രികളെ തകർക്കുന്ന നയം VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് നടപ്പിലാക്കും. പ്രളയം വന്നില്ലേ, മാറ്റം നമ്മൾ അവിടെയും കണ്ടില്ലേ. ഏകോപനത്തിന്റെ പരിപൂർണ പരാജയം. പ്രളയത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പായ റവന്യൂ വകുപ്പിന്റെ തലപ്പത്ത് ഒരു മന്ത്രി ഉണ്ടാകും, ഒരു സെക്രട്ടറി ഉണ്ടാകും. സെക്രട്ടറി ഒരു IAS ഉദ്യോഗസ്ഥനാണ്. റവന്യൂ സെക്രട്ടറിക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കിട്ടി അങ്ങോട്ട് പോയപ്പോ ആ പോസ്റ്റ് ഒഴിവായി കിടക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി, കോൺഗ്രസ് നേതാവ്, AICC സെക്രട്ടറിയുടെ പ്രിയപ്പെട്ടവൻ ഒരു IAS ഉദ്യോഗസ്ഥനെ വെക്കണമെന്ന് നിശ്ചയിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. മുഖ്യമന്ത്രി വേറൊരു പേര് പറഞ്ഞു. രണ്ടുപേരിൽ തർക്കം. അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞു ഇത് രണ്ടും വേണ്ട, ഞങ്ങളൊരു IAS ഉദ്യോഗസ്ഥനെ പറയാം. അങ്ങനെ 3 IAS ഉദ്യോഗസ്ഥരുടെ പേരിൽ തർക്കം കൂടി നിൽക്കുമ്പോൾ ഒരു റവന്യൂ സെക്രട്ടറിയെ നിശ്ചയിക്കാൻ പറ്റിയില്ല. അങ്ങനെ 7 വകുപ്പിന്റെ ചുമതലയുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ റവന്യൂ സെക്രട്ടറിയായി തൽക്കാലം നിയമിച്ചു. ഏകോപനം പരാജയപ്പെട്ടു. ക്യാമ്പുകളിൽ ചില ഉദ്യോഗസ്ഥർ മോശമായി ജനങ്ങളോട് പെരുമാറി. ഭക്ഷണം കിട്ടാത്ത പ്രശ്നം വന്നു. ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ടു. അവിടെയും പ്രശ്നമാണ്. ഏതെങ്കിലും വിഷയത്തിൽ മന്ത്രിമാർക്ക് യോജിച്ച അഭിപ്രായമുണ്ടോ? യോജിച്ച അഭിപ്രായമില്ല. പെൻഷൻ, കേരളത്തിന്റെ മാതൃകയായ പെൻഷൻ
അതിപ്പോ ഏകദേശം നിർത്തലാക്കിയ മാതിരിയായി. സഹകരണ ബാങ്ക് ജീവനക്കാരോട് ഇനി വീട്ടിൽ പോയി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഏറെക്കുറെ അത് തീർത്തു.